ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് എൻ്റെ 9ാം മാസം സ്കാനിങ് ആണ്, ലാസ്റ്റ് സ്കാനിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ളത്. അപ്പം നേരെ പോവാം, OP ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ സമയം 7 മണി ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകുന്നത്. ഇന്നാണ് ഡോക്ടർ ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുള്ള ദിവസം. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് പോകുമ്പോഴത്തേക്കിനും അറിയാൻ പറ്റും എന്നാണ് അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ്, എന്നാണ് ഡെലിവറി ഡേറ്റ് എന്നൊക്കെ കറക്റ്റ് ഇന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് എന്തൊക്കെ വേണം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണിച്ചു തരാം. മെറ്റേണിറ്റി പാഡും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള പാമ്പേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് മെറ്റേണിറ്റി പാഡ് അല്ലാതെ സാധാ നോർമലായിട്ടുള്ള പാഡും എടുത്ത് വെച്ചിട്ടുണ്ട്, അത്യാവശ്യം വന്നാലെന്ന് വെച്ചിട്ട്. പിന്നെ കുറച്ച് ഇന്നർവെയേഴ്സാണ്. അതും എല്ലാം സിബ്ലോക്കിലാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ഞാനല്ലല്ലോ യൂസ് ചെയ്യുന്ന ബാഗൊക്കെ, അപ്പോൾ അവരായിരിക്കും, എൻ്റെ വീട്ടുകാരായിരിക്കും എടുത്ത് തരുന്നത്. അപ്പം ഓരോന്നും ഓരോ ഇതിലായിട്ട് വെക്കുവാണെങ്കിൽ അവർക്ക് എടുത്തു തരാൻ വേണ്ടി എളുപ്പം കാണും. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 3 കഫ്താനൈറ്റി, ഫീഡിങ് കഫ്താനൈറ്റിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോഴത്തേക്കിന് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓർഡർ ചെയ്ത ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പേജ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ പിക്ചർ ഞാൻ ഇട്ടിട്ടുള്ള പിക്ചറുണ്ട്, അതും കൂടെ ഈ സൈഡിൽ കാണിച്ചേക്കാം കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസാണ് ഇതൊക്കെ. അപ്പം അത് ഞാൻ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തോർത്ത് പിന്നെ അടിപ്പാവാട. അപ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കിനും അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുമല്ലോ വയറൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപ്പാവാടയും തോർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ദേഹത്തോട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പം അത് എടുക്കുന്നുണ്ട്. പിന്നെ ഓപ്പൺ നൈറ്റിയും അതിന് ചേർന്ന ഷോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ നൈറ്റി ബട്ടൻ്റെ ആണ്, ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ്. അപ്പം അവർ വയറൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും ബട്ടൺ സൂരി കാണിച്ചാൽ മതിയല്ലോ, ഇടയ്ക്കിടയ്ക്ക് എണീക്കും കിടക്കും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ നൈറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ഉണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ സാധനങ്ങൾ. പിന്നെ കുറേ അല്ലാതെ കുറേ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള സോപ്പ്, ഡെറ്റോള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, പുതപ്പ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ, അതും. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വേറൊരു ബാഗിനകത്താക്കി ആരാണോ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത് അവരുടെ ഡ്രസ്സിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. കുഞ്ഞിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ കുട്ടിയിതാ ഒരു ബാസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലാകുമ്പോഴത്തേക്കിനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാടില്ലല്ലോ, എളുപ്പമുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ടവൽസാണ്. ഒരു 4-5 ടവൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. കുഞ്ഞിൻ്റെ പിറവൊക്കെ തുടയ്ക്കണമെങ്കിലോ കുഞ്ഞിനെ പൊതിഞ്ഞ് കിടക്കണമെങ്കിലോ വേണ്ടിയിട്ട് അതെടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്സാണ്. വൈപ്സ് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്, പ്യുവർ വാട്ടറിൻ്റെ. അതും കുഞ്ഞിന് തുടച്ചൊക്കെ കൊടുക്കാമല്ലോ, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ ഷീറ്റ് എടുത്തിട്ടുണ്ട്, കുഞ്ഞിനെ കിടത്താൻ വേണ്ടിയിട്ട്. മൂത്രമൊക്കെ ഒഴിക്കണമെങ്കിൽ ബെഡ് മൊത്തം കുളമാവില്ലേ, അപ്പോഴത്തേക്കിനും അതൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പാമ്പേഴ്സ് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരത്തില്ല, പക്ഷേ എന്നാലും ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, കുഞ്ഞിനെ കിടത്താലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ വെള്ളത്തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തുണി വേണ്ടെന്നാണ് പറയുന്നത്, കാരണം അവിടെ ഇത് യൂസ് ചെയ്യത്തില്ലെന്ന് പറയുന്നു ഹോസ്പിറ്റലിൽ. ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് എളുപ്പം അവിടെയാണ്. അപ്പോൾ അടുത്തായതുകൊണ്ട് അതാണ് നല്ലതെന്നും പറഞ്ഞാണ്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ പെട്ടെന്ന് പോകാമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാണിക്കുന്നത്. അവിടെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് കയറ്റുമ്പോഴും അവിടുത്തെ ഡ്രസ്സ്, അവരുടെ ഡ്രസ്സിലാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളത്തുണി വേണ്ടി വരില്ല, എന്നാലും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വാഷ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ കുഞ്ഞു ഉടുപ്പും കുഞ്ഞ് കയ്യിലിടുന്ന ഗ്ലൗസും ഷോക്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കുന്ന ടവലില്ലേ, അത് കുഞ്ഞിനെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴത്തേക്കിനും വാങ്ങിക്കുന്ന ടവല്, ഒരു വൈറ്റും പിന്നെ ഒരു കളർ വരുന്നതും കൂടെ ചേർന്ന് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളെ എടുത്ത് വെക്കുന്നുള്ളൂ. ഇനി എന്തെങ്കിലും വേണമെന്ന് അറിയാൻ വയ്യ. ക്യാരി ബാഗൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം പാക്കേജിൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം.
കഴിക്കാൻ പോകണം ഗൈസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി നടന്നപ്പോണ്ടിരിക്കും. സ്കാനിങ്ങിനൊക്കെ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് 10 മണിയൊക്കെ ആവും. അപ്പോൾ അതിനു മുമ്പ് ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലോട്ട് പോവാണ്. അപ്പം നല്ല പൂരിയും കടലക്കറി ഓർഡർ ചെയ്ത്, കടലക്കറി ഓർഡർ ചെയ്താലും അവിടുത്തെ സാമ്പാറും കൂട്ടി കഴിക്കുന്ന ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ്, നല്ല പൂരി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കായിരുന്നു സ്കാനിങ്ങിന്. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഡോക്ടറെ കണ്ടു. ബേബിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഞാൻ നേരെ വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനുള്ള ഡേറ്റ് കിട്ടി. 30-ാം തീയതിയാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേ ഉണ്ട്. അന്ന് എനിക്ക് എന്തായാലും ഹോസ്പിറ്റലായതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇന്ന് പോയി ഒരു ഗിഫ്റ്റും കൊടുത്തിട്ട് വരാം ഗൈസ്. നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം. ഹായ്, ഒരു ഹായ് പറയൂ. ഹലോ ബേബി, നിറ്റു ബേബി എവിടെ? ഹായ്. അവൾ അന്തം വിട്ട് നോക്കിയാണ് ഇതാരെന്ന്. ആരോക്കളെ എവിടെ? ഹലോ ഹലോ പറ. ഹലോ നിറ്റു പെണ്ണി എവിടെ? അടി പടി കള്ളിപ്പേണ്ടി. വേണോ മൊബൈൽ? വേണോ മൊബൈൽ? വേണോ മൊബൈൽ? വേണോ? അച്ചാടി ഇപ്പൊ തരാം. നീ മൊബൈൽ വെച്ച് കളിക്കാറായില്ല. അല്ല, കൊച്ചിന്റെ അച്ഛൻ ഉണ്ടാകുന്നത് ഏത് മൊബൈൽ എടുത്താലും ഹലോ പറ. വീട്ടില് ബാവയുണ്ട്. അനിയമാവെന്ന് പറഞ്ഞാൽ മക്കളെ. അതെ, 30-ാം തീയതി അഡ്മിറ്റ് ആവാൻ പോവാണ്. നമ്മള് വിഷമിക്കാൻ പോനേ. അപ്പോഴേ കുഞ്ഞനിയനെ കൊണ്ട് വരൂ. അനിയനായാലും അനിയത്തിയായാലും നമുക്ക് കണക്ക് തന്നെ. കുഞ്ഞാവെ കിട്ടുവേ. കുഞ്ഞാവെ കാണാൻ വരുമോ? പിന്നെ നമ്മള് വരൂ. ഓ, അവളത് നോക്കിയാണ്. ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഫസ്റ്റ് ഗിഫ്റ്റ് എന്റെയാണ്. യെസ്. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? പൊട്ടിക്കട്ടെ? പൊട്ടിക്കട്ടെ? പൊട്ടിച്ചോ? കടിക്കുന്നു. വായിലേക്കാ? പൊട്ടിച്ച് കാണിച്ചരാമേ. എനിക്കിങ്ങനെ വലിച്ചു എടുക്കണം. എടി തരാടി പെണ്ണേ, നിനക്കുള്ളത് തന്നെ. ഓ, ഇനി എന്തൊരു വേണം. അടിപൊളി. തരൂല. ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കട്ടെ. ആ ഇവിടെ കട ഉടുപ്പ് ഇവിടെ വടി. കളയിൽ 2 വയസ്സ് വരെ ഇടാല്ലേ. വലിയ ഉടുപ്പാണ്. അതിനെ പിടിച്ചോ. 1 വയസ്സുള്ള കൊച്ചിനുള്ള ഉടുപ്പെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്കിനി ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് തമ്പിന് മുട്ടാനോ അടി? ഇത് പൊന്നാനും മുട്ടാനോ അടി? ഇത് തങ്കോട് മുട്ടാണോ അടി? എവിടെ നോക്കട്ടെ ചുഞ്ചരി പെണ്ണിനെ. വിറിയത് ഇത് ചുഞ്ചരി പെണ്ണിനെ നോക്കട്ടെ. കൊള്ളാലോ. ഇതാര്? അടിപൊളി.
അവൾക്കത് എൻ്റെ പരിപാടി. ഫ്രൈഡ് റൈസ് മതി മതി, ഇനി നീ ഇട്ട് കഴിച്ചോ, ഞാൻ കഴിച്ചു നോക്കട്ടെ. 2 കച്ചവടം ചവിട്ടി ആഹാരം ഉള്ളിൽ എത്തിയപ്പോൾ ചവിട്ടി, ഒരൊറ്റ ചവിട്ട് ഞെട്ടിപ്പോയി. കൊച്ചു പറയുന്നത് എന്തെങ്കിലും എനിക്കൊന്നും താടി. 1:30 കഴിക്കാൻ സമയമായല്ലോ, അതിൻ്റെ കൊള്ളാം. കുറച്ച് ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് വരാം. എഗ്ഗില്ലായിരുന്നു. നമുക്ക് ഡിഗ്രി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, മനസ്സിലായോ? റീൽസ് എടുക്കാൻ പോകണം. കളിയടി, പ്രാക്ടീസ് ചെയ്യടി, പ്രാക്ടീസ് ചെയ്. ഇവിടെ ഡാൻസ് റീൽസ് പ്രാക്ടീസ്. ഇതൊന്ന് മൊത്തം കൊളാകുന്ന എല്ലാ ലക്ഷണമുണ്ട്. ചുമൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത റീൽസ് എടുക്കാൻ പോകുന്നു. ഒരു ഡാൻസ് കളിക്കാന്ന് വിചാരിച്ചു. അയ്യോ തളർന്ന്. ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഡാൻസ് കളിച്ചിട്ട് വരാം. ഇന്നത്തെ ഈ കലാപരിപാടികളും വീഡിയോ ഇല്ല എന്നപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പോട്ടെ, അടിലെത്തിമുള്ളി പോട്ടെ. ടാറ്റ പറ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അടുത്ത് ടാറ്റ പറ. ടാറ്റ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്.